ശാന്തമായ ഗ്രാമത്തിൽ നിന്ന് തിരക്ക് പിടിച്ച നഗരത്തിലേക്കുള്ള മാറ്റം. ഒരു 10 വയസ്സുകാരൻ്റെ മനസ്സിലൂടെയുള്ള ഇമോഷണൽ ജേർണിയാണ് നീലി ഹക്കി. സോ ഗൈസ്, വെൽക്കം ബാക്ക്. 2021 റിലീസായിട്ടുള്ള ഒരു കന്നഡ മൂവിയാണ് നീലി ഹക്കി അഥവാ ബ്ലൂ ബേർഡ്. ഗണേഷ് ഹെഗ്ഡെ സംവിധാനം ചെയ്തിട്ടുള്ള ഈ ഒരു സിനിമ ഒരു ബ്യൂട്ടിഫുൾ ഇമോഷണൽ ഫാമിലി ഡ്രാമ മൂവിയാണ്. സോ കഴിഞ്ഞ ദിവസമാണ് ഞാൻ ഈ ഒരു സിനിമ കണ്ടത്. സൺനെക്സ്റ്റിലാണ് ഈ ഒരു സിനിമ സ്ട്രീം ചെയ്യുന്നത്. സോ ഈ ഒരു സിനിമ ഒരു 10 വയസ്സുകാരൻ്റെ പെർസ്പെക്റ്റീവിലൂടെയാണ് സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നത്. സിദ്ധ എന്നാണ് ആ പയ്യൻ്റെ പേര്. സോ അവൻ ഈ ഒഴിവ് സമയങ്ങളിൽ മീൻ പിടിക്കാനും അതുപോലെ കാട്ടിൽ പോകാനും കൂട്ടുകാരോടെ കളിച്ച് നടക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നൊരു പയ്യനാണ്. അവൻ അവൻ്റെ പേരൻസിൻ്റെ കൂടെ കർണാടകയിലെ ഒരു ഗ്രാമത്തിലാണ് ജീവിക്കുന്നത്. വളരെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെയാണ് ഡയറക്ടർ ഈ ഒരു സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. എസ്പെഷ്യലി ഈ ഒരു സിനിമയിലെ ഈ ഒരു ഗ്രാമത്തിലെ രംഗങ്ങളൊക്കെ നല്ല കിടിലനായിട്ടുള്ള പെർഫോമൻസും അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രെയിംസും റൂട്ടഡ് ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയൊക്കെയാണ് സിനിമയിൽ ഉള്ളത്. സോ ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയാൻ തോന്നിയെന്ന് പറഞ്ഞാൽ ഈ ഒരു കുട്ടിയുടെ പെർഫോമൻസ് തന്നെയാണ്. നല്ല കിടിലനായിട്ടാണ് അവൻ ചെയ്തിരിക്കുന്നത്. ആ ഒരു ക്യാരക്ടർ ഒട്ടും ഓവറാവാതെ എല്ലാം, എന്നാൽ നമുക്കത് കാണുമ്പോൾ ഒരു ഇമോഷണൽ ഇമ്പാക്റ്റ് കിട്ടും. ആ ഒരു രീതി തന്നെ നല്ല കിടിലനായിട്ട് ആ ചെറുക്കൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അവൻ്റെ പേരൻസ് ആയിട്ട് അഭിനയിച്ചതും. അവരും നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു. സോ ഈ ഒരു പേരൻസിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഫിനാൻഷ്യലി ഒട്ടും സ്റ്റേബിൾ അല്ല. അവർ ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ഒരു ഇതാണ്. അച്ഛനാണെങ്കിൽ, ഈ പയ്യൻ്റെ അച്ഛനാണെങ്കിൽ കിട്ടുന്ന പൈസയൊക്കെ വെള്ളം അടിച്ച് കളയും, അങ്ങനത്തെ ഒരു ആളാണ്. സോ അവൻ്റെ അമ്മയാണെങ്കിൽ കുടുംബം കഷ്ടപ്പെട്ടൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട്. സോ ഇവർക്ക് ഒട്ടും പറ്റുന്നില്ല ഒരു ഗ്രാമത്തിൽ ജീവിക്കാൻ. അവർക്ക് കടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അവർ സിറ്റിയിലേക്ക് മാറുന്നു. സോ എനിക്ക് പേഴ്സണലി തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമ സിറ്റിയിലേക്ക് ഇതിൻ്റെ കഥ ട്രാൻസ്ഫർ ആയി കഴിയുമ്പോൾ ആ ഒരു ഗ്രാമത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു സെയിം ഇമോഷണൽ ഇമ്പാക്റ്റ് ഇവർക്ക് അത്രത്തോളം മികച്ച രീതിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. കുറച്ചൊക്കെ സിനിമ ഒന്ന് പുറകോട്ട് പോകുന്ന പോലെ എനിക്ക് തോന്നി. അത് മാത്രമാണ് എനിക്ക് ഈ ഒരു സിനിമയിൽ ഒരു നെഗറ്റീവായിട്ട് അനുഭവപ്പെട്ടത്. അല്ലാതെ ഇതിൻ്റെ ക്ലൈമാക്സിലോടൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലൈമാക്സ് ഒക്കെ ഉണ്ട്. നമുക്ക് ഒട്ടും നിരാശയാകത്തില്ല. സിനിമ കുറച്ച് സ്ലോ ആണ്. സോ നിങ്ങൾ നല്ല സിനിമയൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നീലി ഹക്കി എന്ന് പറഞ്ഞ ഈ ഒരു കന്നഡ മൂവി കണ്ടു നോക്കുക. ഇത് സൺനെക്സ്റ്റിലാണ് സ്ട്രീം ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഡയറക്ടർ ബെസ്റ്റ് ഫോട്ടോഗ്രാഫറിനുള്ള നാഷണൽ ജിയോഗ്രഫിയുടെ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ് ഗണേഷ് ഹെഗ്ഡെ. സോ പുള്ളി ഒരു ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രെയിംസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സിനിമ കാണാൻ പറ്റും. എസ്പെഷ്യലി ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫിലൊക്കെ ഈ ഒരു വില്ലേജ് പോർഷൻസിൽ കാടും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള സിനിമാറ്റോഗ്രഫിയൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ മ്യൂസിക്കും അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒന്നും മോശമല്ല. എല്ലാം നല്ല രീതിയിൽ ആ ഒരു സിനിമയ്ക്ക് എന്താണോ വേണ്ടത് ആ രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ തീർച്ചയായിട്ടും നീലി ഹക്കി എന്ന് പറഞ്ഞ സിനിമ കണ്ടു നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.